ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ ലേയേഴ്സ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ അബ്സ്ട്രാക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് കണക്റ്റായി വർക്ക് ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അബ്സ്ട്രാക്ഷൻ്റെ ലേയേഴ്സ് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഹാർഡ്വെയറിലാണ് നമ്മളുടെ ഇതെല്ലാം എക്സിക്യൂട്ട് ആവുന്നത്. ലൈക്ക് CPU ഒരു ഹാർഡ്വെയറാണ്. CPU-ലാണ് നമ്മുടെ പ്രോസസ്സിങ് എല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊരു കോംപ്ലെക്സ് സോഫ്റ്റ്വെയർസ് എടുത്താലും ഏതൊരു കോംപ്ലെക്സ് ആപ്ലിക്കേഷൻസ് എടുത്താലും അതിനെ നമ്മൾ മെഷീൻ റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഒരു പ്രോഗ്രാം ഹാർഡ്വെയറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഹാർഡ്വെയറും നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസും കണക്ട് ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതൊരു ഹൈറാർക്കിക്കൽ ഫാഷനിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഔട്ടർ മോസ്റ്റിലുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലായിരിക്കും. പിന്നെ നോർമൽ ആപ്ലിക്കേഷൻസ് പോലെയുള്ളതാണ്. പിന്നെ ഹാർഡ്വെയറിലാണ് ഇതെല്ലാം റൺ ആവുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മെഷീൻ റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് രണ്ടിനും നടുക്കുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഈ പ്രോഗ്രാംസൊക്കെ റൺ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നതും. പിന്നെ അതിലാണ് കമ്പൈലർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം വരുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ്. ഇത് രണ്ടിനെയും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും കണക്ട് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഇത് ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിന് റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതാണ് ഹാർഡ്വെയറിനും യൂസർ ആപ്ലിക്കേഷൻസിനും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ്. ഇതിലുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ്, അസംബ്ലേഴ്സ്, എക്സെട്ര. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മളുടെ ഫുൾ പ്രോഗ്രാം സൂപ്പർവൈസ് ചെയ്യുന്നതും റിസോഴ്സസ് എല്ലാം മാനേജ് ചെയ്യുന്നത് എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. പിന്നെ കമ്പൈലേഴ്സ് ഉണ്ട്. കമ്പൈലേഴ്സാണ് ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. പിന്നെ ഉള്ളത് അസംബ്ലറാണ്. അസംബ്ലേഴ്സ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതെല്ലാമാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ്. ഏറ്റവും എൻഡിലുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഹാർഡ്വെയർ. ഇത് രണ്ടേയും കണക്ട് ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്ത വീഡിയോസിൽ 5 key components of a computer നോക്കാം. താങ്ക് യു.